ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതുപോലുള്ള നമ്മുടെ സിങ്കോണിയം പ്ലാന്റ്സുകളും അതുപോലെ തന്നെ നമ്മുടെ മണി പ്ലാന്റ്സുകളും എല്ലാം നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു പോട്ട്സാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് വാൾ പോട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പോട്ടാണ്. ഇതേപോലുള്ള പ്ലാന്റ്സുകളൊക്കെ നമുക്ക് അതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതൊരു ലെമൺ പോത്തോസിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള എല്ലാ പ്ലാന്റ്സുകളും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഈ പ്ലാന്റുകൾ എല്ലാം നമുക്ക് ഈ ഒരു പോട്ടിൽ വെച്ചാൽ വളരെ ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു പോട്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഇതൊരു ഫൈബർ ഒരു ഗ്ലാസ്സാണ് കേട്ടോ ഈ ഒരു പോട്ടിൻ്റെ മുകൾ വശത്ത് സൈഡിലായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഹോളുണ്ട്. അതിൽ നമുക്ക് ഇതുപോലുള്ള സിങ്കോണിയം അതേപോലെ തന്നെ മണി പ്ലാന്റ് അങ്ങനെയുള്ള എല്ലാ പ്ലാന്റ്സുകളും നമുക്ക് വാട്ടർ പ്രൊപ്പഗേഷനായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് അതിൽ വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. ഈ ഒരു പോട്ടാണിത്. ഇതിൽ നമുക്ക് കളർ ബബിൾസൊക്കെ ഇട്ട് നന്നായി സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള സിങ്കോണിയം അങ്ങനെയുള്ള പ്ലാന്റ്സുകളൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിൽ വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു സിങ്കോണിയത്തിൻ്റെ പ്ലാന്റ്സാണ് 2 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ, 2 കട്ടിങ്സ്. ഇത് വെച്ച് കൊടുത്തപ്പോൾ കണ്ടോ എന്തൊരു ഭംഗിയാണ്. ഇനി ഇതിൽ നല്ല റൂട്ടൊക്കെ ആയിട്ട് വരും കേട്ടോ. നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കുക, എന്നിട്ട് അതിൽ ഒഴിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ അതുപോലുള്ള മറ്റൊരു പോട്ടും കൂടെ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ വെൽവെറ്റ് സിങ്കോണിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സിങ്കോണിയം തന്നെയാണിത്. ഇത് ഞാൻ വീടിൻ്റെ ഒരു ഹാളിൻ്റെ ഒരു ചുമരിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലുള്ള പ്ലാന്റ്സുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഒരു പോട്ട്സാണ് ഇത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് വാങ്ങി വെച്ചാൽ നല്ല ഭംഗിയിൽ നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. വീടിൻ്റെ ഉൾഭാഗങ്ങളിൽ ചുമരിലൊക്കെ ആയിട്ട്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരുപാട് പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് അല്ലേ. നമുക്ക് വീടിൻ്റെ ഓരോ കോണിലും വെക്കാൻ പറ്റുന്ന ഒരുപാട് ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒത്തിരി പ്ലാന്റ്സുകൾ ഇതേപോലെ വാങ്ങിക്കാൻ കിട്ടാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നാച്ചുറലായിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ. ഇത് എത്രയായാലും ഇതിനൊരു ഭംഗി വേറെ തന്നെയാണല്ലേ. അപ്പോൾ ഈ ഒരു സിങ്കോണിയം കൂടെ ഞാൻ ഒരു പോട്ടിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള എല്ലാ പ്ലാന്റ്സുകളും നമുക്ക് ഇങ്ങനെയുള്ള പോട്ട്സുകളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് കാണാനും വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതേപോലെ കളർ ബബിൾസൊക്കെ ഇട്ട് നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് അത് കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ ഒരു സ്ക്രൂ വെച്ചോ അല്ലെങ്കിൽ ഒരു ആണി തറച്ചോ ഒക്കെ നമുക്ക് ഇത് ചുമരിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ മറ്റൊരു പോട്ടിലും ഇതുപോലെ സിങ്കോണിയം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പോട്ട്സുകളിൽ നിന്ന് പല വെറൈറ്റീസും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ കാണുന്ന ഭാഗങ്ങളിലൊക്കെ വെച്ചാൽ നല്ലൊരു എനർജിയാണ് കേട്ടോ. കാണാനായിട്ട് വളരെ ഭംഗിയായിട്ടും തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ വെച്ചാൽ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ പ്ലാന്റ്സുകളൊക്കെ നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് അതിലുള്ള ഒരു പ്രത്യേകത, ഇതിന് നമുക്ക് മണ്ണ് ചേർത്തിട്ടുള്ള പോട്ടിംഗ് മിക്സ് ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു പോട്ടിന് ഹോളില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് വെള്ളം മാറ്റി കൊടുക്കേണ്ടി വരും. 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസത്തിലോ ഒക്കെ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഏതൊരു പ്ലാന്റും നമുക്ക് ചെറിയ കട്ടിങ്സുകൾ എടുത്ത് വേര് പിടിപ്പിച്ചെടുക്കാനും പറ്റും. ഇതേപോലെ നമുക്ക് ഭംഗിക്കായിട്ട് വീടിനകത്തൊക്കെ നല്ലൊരു ഭംഗിക്കായിട്ട് സെറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എന്നും പറയും പോലെ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഓണാശംസകൾ.